നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. മാർക്കറ്റിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് സമയത്തിന് ശേഷം വന്ന കുറച്ച് റിസൾട്ടുകളാണ് ഇന്ന് പ്രധാനമായിട്ടും റിയാക്ട് ചെയ്യുന്നത്. ഇതിൽ വലിയ കമ്പനീസായിട്ടുള്ള HDFC ബാങ്ക്, റിലയൻസ്, വിപ്രോ, ഒബ്രോയ് റിയാലിറ്റി തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിൽ തന്നെ HDFC ബാങ്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ റിസൾട്ടിൽ റിസൾട്ട് മോശമായിരുന്നെങ്കിൽ കൂടിയും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ബെറ്ററായ രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ റിലയൻസ് അതല്ല അവസ്ഥ. റിലയൻസ് GDRൽ മോശം റിസൾട്ട് കാരണം 4% റിസൾട്ട് ഇടിഞ്ഞത് കാരണം ഓൾമോസ്റ്റ് 4% GDRൽ റിലയൻസ് ഫോൾ ആയിട്ടുണ്ട്. ഇതിൽ വിപ്രോ 11% US മാർക്കറ്റിൽ ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ റിലയൻസ്, വിപ്രോ, HDFC ബാങ്ക് കൂടാതെ തന്നെ കൊട്ടാക് ബാങ്ക് നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ നിഫ്റ്റിയിൽ തന്നെ വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം പകുതിയിലധികം വെയിറ്റേജ്, ഏകദേശം ഒരു 70% വെയിറ്റേജ് ഇവർക്ക് തന്നെയാണ് ഉള്ളത്. ആ കമ്പനീസിൻ്റെ റിസൾട്ടിൻ്റെ റിയാക്ഷനാണ് ഇന്ന് വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സർപ്രൈസിംഗ്ലി FIS നെറ്റ് ബയേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ FIS എല്ലാ ദിവസവും ബൈ നടത്തി 10,000 കോടി രൂപ. കഴിഞ്ഞ മാസം, അതായത് ഈ ഒരു മാസം 30,000 കോടി രൂപക്ക് ബൈയിങ് ആണ്. DIs ഈ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ദിവസവും സെല്ലിംഗ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇന്ന് നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു 100 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. ഏഷ്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവായ ഒരു അവസ്ഥയിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിലാണ് അടിച്ചിരുന്നത് എന്നുള്ളതാണ് ഓൺലൈനായിട്ട് നമുക്ക് മാർക്കറ്റിൽ വരുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. കൂടാതെ യൂണിയൻ ബഡ്ജറ്റാണ് നാളെ. യൂണിയൻ ബഡ്ജറ്റ് നാളെ. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് തന്നെ മാർക്കറ്റിലുണ്ടാവും. പിന്നെ US മാർക്കറ്റിൽ ഇലക്ഷൻ ആയിട്ടില്ല, നവംബറിലാണ് ഇലക്ഷൻ. അതിനു മുമ്പേ ഇത്രമാത്രം റിയാക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ സമയത്ത്, ഇന്ത്യൻ ഇലക്ഷൻ സമയം പോലെ തന്നെയായിരിക്കും US ഇലക്ഷൻ സമയത്തും ഇന്ത്യൻ മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഓർമ്മിക്കാനായിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. റിലയൻസ് നെറ്റ് പ്രോഫിറ്റ് 4% ഇടിഞ്ഞ് 17,448 കോടി രൂപയാണ് ഉള്ളത്. സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റാണ്. ജിയോടെ എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ബെറ്ററാണ്. റിലയൻസ് റീറ്റെയിലിനെല്ലാം തന്നെ പ്രോഫിറ്റ് ബെറ്ററാണ്. പക്ഷേ ഈ ഒരു കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4% ഇടിവിലാണ് ഉള്ളത്. HDFC ബാങ്ക് അതുപോലെ തന്നെ 16,174 കോടി രൂപ. സ്ട്രീറ്റ് എസ്റ്റിമേഷൻ പക്ഷേ 15,693 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ക്വാർട്ടറിൽ HDFC ബാങ്ക് 2% ഇടിഞ്ഞു. പക്ഷേ ഈ തവണ ഇത്രയാണ് HDFC ബാങ്കിന് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് എന്ന് ഓൾറെഡി തന്നെ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ നടത്തുന്ന പഠനത്തെയാണ് സ്ട്രീറ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ്. കൂടാതെ തന്നെ HDFC ബാങ്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 10% ഇടിഞ്ഞിട്ടുമുണ്ട്. HDFC ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ ഒരു NBFC, നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനി IPയിലേക്ക് വരുമെന്നുള്ളൊരു തീരുമാനം ഇന്നലെ അവരെടുത്തിട്ടുണ്ട്. HDB എന്നായിരിക്കും ഈ ഒരു കമ്പനിയുടെ പേര്. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്ന 371 കോടി രൂപ. ഒബ്രോയ് റിയാലിറ്റി 322 നിന്ന് 585 നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. യൂണിയൻ ബാങ്ക് 3,236 നിന്ന് 3,680 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. JSW എനർജി കമ്പനി 289 നിന്ന് 520 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ശക്തി പമ്പ് 1 കോടി രൂപയിൽ നിന്ന് 92 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. തേജസ് നെറ്റ്വർക്ക് കമ്പനി 14 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി തവണ 79 കോടി രൂപ പ്രോഫിറ്റിലാണ് ഉള്ളത്. നെറ്റ് വെബ് ടെക് കമ്പനി 5 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപ പ്രോഫിറ്റിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ബാബ രാംദേവിൻ്റെ പതഞ്ജലി ഫുഡ് കമ്പനി 87 കോടി രൂപയിൽ നിന്ന് 260 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കോൾ ഇന്ത്യക്ക് മിനിസ്ട്രി ഓഫ് കോളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ കോൾ മൈനിങ്ങിൻ്റെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. ആനന്ദ് രാജ് കമ്പനി ഗൂഗിളായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. EMS കമ്പനിക്ക് 535 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ICICI ലോംബാർഡ് കമ്പനി 390 നിന്ന് 580 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. യെസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 47% ഒരു വർധനവ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 68 ബ്രേക്കൗട്ട് നടന്നു. ബിറ്റ്കോയിനിൽ ബ്രന്റ് ഓയിൽ 83, ഗോൾഡ് $2,400 പെർ ഔൺസ്. അതിന് താഴെയുള്ളത് S&P AX 200 ഓസ്ട്രേലിയ റെഡിലാണ്. ഷാങ്ഹായ് കാണാം, ചൈന റെഡിലാണ്.
കോസ്പി കൊറിയ റെഡിലാണ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് 400 പോയിന്റ് ഇടിവ്, ഡോ ഫ്യൂച്ചർ എന്നാൽ പോസിറ്റീവാണ്, ഇന്ത്യ വിക്സ് 14.8, അതിന് താഴെയുള്ള ഡാക്സ്, CSE 40, FTSE, ഡോ ജോൺസ്, നാസ്ഡാക്ക് എല്ലാം തന്നെ യൂറോപ്യൻ US മാർക്കറ്റുകളാണ്, എല്ലാം റെഡിലാണ് അടച്ചിട്ടുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നിഫ്റ്റി 24,530, സ്പോട്ട് 24,500 സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് 24,500 താഴെയാണ് കേട്ടോ. കൂടാതെ തന്നെ 24,000 മേജർ സപ്പോർട്ട്, റെസിസ്റ്റൻസ് 25,000, അതിൻ്റെ ഇൻബിറ്റ്വീൻ റെസിസ്റ്റൻസ് 24,800. ബാങ്ക് നിഫ്റ്റി എന്നാൽ കുറച്ചും കൂടി ബിയറിഷാണ് നിഫ്റ്റിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ. കാരണം കാണാം, രണ്ട് വലിയ ഒരു റെസിസ്റ്റൻസ് 53,000, 52,500 നിലനിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,200 ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും കൂടുതൽ ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇതെല്ലാം തന്നെ മാറും. കാരണം യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഇലക്ഷന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ഒരു ഈവൻ്റാണ് യൂണിയൻ ബഡ്ജറ്റ്. ഇലക്ഷൻ, ബഡ്ജറ്റ്, ഈ രണ്ട് ഈവൻ്റാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ ചാഞ്ചാട്ടകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ നമ്മൾ കണ്ടു എത്രമാത്രം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതൊരു ലെങ്തി ആയിട്ടുള്ളൊരു കാത്തിരിപ്പിൻ്റെ കാര്യമില്ലെങ്കിൽ കൂടിയും ആ ഒരു സിംഗിൾ ഡേ ഏകദേശം ഒരു 11 മണിയോടെ കൂടി തുടങ്ങി ഏകദേശം ഉച്ചയോടെ കൂടിയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലല്ല ഈ ബഡ്ജറ്റ് ആളുകൾ നോക്കി കാണുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽ ടാക്സ് പരമായിട്ടുള്ള ഇൻഡിവിജ്വൽ ടാക്സ് 7 lakh, അതിൻ്റെ സ്ലാബുകളും മറ്റുള്ള തീരുമാനങ്ങളും, അതല്ലെങ്കിൽ FNO ടാക്സിൻ്റെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, കൂടാതെ തന്നെ പല സെക്ടറിൽ ഉള്ള അലോക്കേഷൻ, അങ്ങനെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ചിലവുകളിൽ എന്നുള്ള രീതിയിൽ ഒരു കോമൺ മാനെ സംബന്ധിച്ചിട്ടുള്ള വറീസും അതല്ലെങ്കിൽ പ്രതീക്ഷകളും രണ്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും, അപ്പോൾ മാർക്കറ്റ് പെർസ്പെക്റ്റീവിലും അല്ലെങ്കിൽ ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിലും ഈ ഒരു ബഡ്ജറ്റ് വളരെയധികം കാത്തിരിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത ഉള്ളത്, കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ ഉള്ള പോലെയുള്ള സ്ഥിതിവിശേഷമല്ല ഈ ഒരു ബഡ്ജറ്റ്. ഇതൊരു അലയൻസ് ഗവൺമെൻറ്റാണ്. അപ്പോൾ എല്ലാ ഘടകകക്ഷികളുടെയും താല്പര്യങ്ങൾ മാനിച്ച് കൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇതവണ ഉണ്ടാകപ്പെടേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ തവണകളിൽ നിന്നുള്ള വിഭിന്നമായ ഏതൊക്കെ രീതിയിലാണ് സെക്ടറുകളൊക്കെ വരിക എന്നുള്ളതും നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എനിവേ, വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് വൈകിട്ടെത്താം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.